ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ 2026 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു 2025 ലാസ്റ്റ് ഡിസംബർ 31 ജസ്റ്റ് നമ്മൾ ഒന്നൊരു ഔട്ടിങ്ങിന് വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ രാവിലത്തെ 8:25 ഇൻ്റർസിറ്റിക്ക് പട്ടാമ്പിയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ കഴിഞ്ഞ ഇയറിൽ നമ്മൾ 5 പേര് കൂടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ നല്ല രസകരമായിട്ടാണ് പോയിരുന്നു കേട്ടോ. ഇന്ന് അതിലേറെ രസകരമായിട്ടാണ് ഇന്നും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് കാലിക്കറ്റ് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് സീറ്റ് ഇട്ടു. അന്ന് ഞങ്ങൾ ഫുള്ള് ഭയങ്കര റഷായിരുന്നു. അതിൽ നിന്നിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് അവിടെ എത്തി. ഇപ്പോൾ ഇതാ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സത്യമായ കാര്യമായിട്ട് പ്ലാനിങ്സ് ഒന്നുമില്ല. നമുക്ക് നല്ല ഫുഡ് അടിക്കണം, പിന്നെ ചെറിയ അല്ലറ ഷോപ്പിങ്, പിന്നെ ഈവനിങ് ആകുമ്പോഴേക്കാണ് ന്യൂ ഇയർ എന്താകുമ്പോൾ നല്ല തിരക്കാവില്ല. അപ്പോൾ തിരിച്ചു വരണം. പക്ഷേ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നില്ല. വീഡിയോൻ്റെ എൻഡിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ എസ്കലേറ്റർ കയറിയിട്ട് നേരെ അപ്പുറത്തേക്ക് കടന്നിട്ട് പിന്നെ അവിടെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് വേണ്ടേ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം SM സ്ട്രീറ്റിൽ കയറണോ അതോ നേരെ നമ്മൾ മുന്നേ വന്ന ടൈമിൽ ഞങ്ങൾ ഇടയിൽ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു കുറ്റിച്ചിറയുള്ള. അന്ന് ക്യൂ നിന്നിട്ട് ഫുഡ് മതിയായി വേണ്ടാന്ന് തോന്നി. പിന്നെ വിശപ്പ് കൂടിയപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇടയിൽ പോകും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇടയിൽ പോകാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ട്. നമ്മളിങ്ങനെ വീഡിയോസൊക്കെ കാണുന്നതല്ലേ. ഇവിടെ ഇറങ്ങി ഓട്ടോക്ക് ടോക്കൺ എടുക്കണം, അത് നമുക്കറിയില്ല. നമ്മളെല്ലാവരും ഓട്ടോക്ക് ഇങ്ങനെ കയറുന്നുണ്ട്, ഓട്ടോ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ചില ഓട്ടോക്കാർ നമ്മൾ ആദ്യം കയറ്റില്ല, ടോക്കൺ എവിടെയെന്ന് വെച്ചാൽ ഒരു ഓട്ടോക്കാരൻ ടോക്കൺ എടുത്തുന്ന ഭാഗത്ത് നമ്മളെ കയറ്റി. അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ പോവാണ് കേട്ടോ. നേരെ നമ്മൾ ഇടയിൽ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ കുറ്റിച്ചിറ ഇറങ്ങിയിട്ട് കുറ്റിച്ചിറ നമ്മൾ മിക്ക ഓട്ടോക്കാർക്കും വരും. ഇടയിൽ ഹോട്ടലിൽ ഞാൻ അറിയാത്തവർക്കും പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ വന്നാലും ഇതുപോലെ ക്യൂ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ക്യൂ വളരെ ഷോർട്ടാണ് കേട്ടോ. ഒരു 8 പേരൊക്കെ ഉണ്ടാവും. അതിൻ്റെ ബാക്ക് സൈഡിൽ വന്ന് ഞങ്ങൾ നിന്നു. പിന്നെ അങ്ങോട്ട് ആ തല വരായിട്ടോ ക്യൂ. അങ്ങനെ ചെറിയ ഹോട്ടലായ കാരണം സ്പേസ് കുറവാണ്. അപ്പോൾ ആളുകൾ ഒഴിനനുസരിച്ചിട്ടാണ് അവിടെ നമുക്ക് ഇരിക്കാൻ സ്പേസ് കിട്ടുക. പിന്നെ അങ്ങോട്ടുള്ള തിരക്കുണ്ടോ. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉള്ളിവട, അതുപോലെ തന്നെ പഴംപൊരി, ഉപ്മാവ്, പുട്ട്, പിന്നെ വെളിച്ചെണ്ണ പത്തിരി, പിന്നെ അതുപോലെ തന്നെ പൊറോട്ടയും ബീഫാണ് കേട്ടോ. ബീഫാണ് ഇവിടുത്തെ നല്ല ഹൈലൈറ്റ്. നല്ല അടിപൊളി ബീഫ് ഇതങ്ങനെ അവരുണ്ടാക്കി അങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ബീഫ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ളതാണ് ബീഫ് സ്റ്റൂ. ആ ബീഫ് സ്റ്റൂ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്യാന്നുള്ളതിലാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇതെടുത്തപ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. ബീഫ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. രക്ഷയിലെ പഴംപൊരി ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പൊറോട്ട പിന്നെ പറയണ്ടല്ലോ. ഈ കോഴിക്കോട് ഏരിയയിൽ ഒട്ടുമിക്ക ഹോട്ടൽസിലും പൊറോട്ട നല്ല, ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് നല്ല പൊറോട്ട ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ബീഫ് സ്റ്റൂ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ പറയാം കേട്ടോ. വെള്ളപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ആ കുറ്റിച്ചിറ കുളത്തിൻ്റെ സൈഡിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റും പിന്നെ ഇപ്പോൾ ഓൾറെഡി നല്ല തണുപ്പാണല്ലോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബായിട്ട് നമ്മൾ കുറച്ച് സമയം കുളത്തിൻ്റെ സൈഡിലിരുന്നിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുകയും പിന്നെ കുറച്ച് ദിവസം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക രസമാണല്ലേ. നമ്മൾ എപ്പോഴും അധികം വരിക ബീച്ചിലേക്ക്, പിന്നെ അതുപോലെ തന്നെ SM സ്ട്രീറ്റ് അല്ലേ. ഇതുപോലെയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച പ്ലേസിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമുക്ക് 3 പേർക്കും കൂടി ഫോട്ടോ എടുക്കണമെങ്കിൽ സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഈ കുളത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ കിട്ടണ്ടേ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സമയം ഇപ്പോൾ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും. ഇതേപോലെ നമ്മളെപ്പോലെ തന്നെ വന്നതാണ്. അവരെ കൊണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള കുറച്ച് റീല്, എൻ്റെ കുറച്ച് പട്ടി ഷോകൾ അതെല്ലാം എനിക്ക് കവർ ചെയ്ത് തന്നു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് നമ്മൾ വേറെ പോണത് ഗുജറാത്തി സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അതിവിടെ നടക്കാനുള്ള ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ. ഓട്ടോക്കുമ്പോൾ കുറച്ച് നമ്മളിത് ഗുജറാത്തി സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഗുജറാത്തി സ്ട്രീറ്റ് കാണാനും വന്നതാ. പക്ഷെ നല്ല ആംബിയൻസും നല്ല സ്മെല്ലും. അതുകൊണ്ട് ഞങ്ങൾ വഴി തെറ്റി തിരിഞ്ഞുപോയി. കുറച്ച് പരിഷ്കാരികളാവാൻ വിചാരിച്ചു. സോ അങ്ങനെ നമ്മൾ ഗുജറാത്തി സ്ട്രീറ്റിലേക്ക് നടന്നു പോവുകയാണ്.
കോഴിക്കോട് വന്നാലേ ഗുജറാത്തി സ്ട്രീറ്റിൽ നിന്ന് വരാത്തവരുണ്ടെങ്കിൽ വന്ന് നോക്കിട്ടോ. നല്ല അടിപൊളിയാണ്. പണ്ട് ഗുജറാത്തീസൊക്കെ താമസിച്ചിരുന്ന ഒരു സ്ട്രീറ്റും പിന്നെ അതുപോലെ തന്നെ കുറേ അവരെ ഇതൊക്കെ കാണാൻ പറ്റുട്ടോ. ഒരു കാക്ക ഇരുന്നിട്ട് മിഷീനിൽ ഇങ്ങനെ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ടൈലർ ഷോപ്പ് ഇങ്ങനത്തെ നമുക്ക് കാണാനേ കഴിയില്ലല്ലോ. അങ്ങനെ നമ്മളിതാ ഗുജറാത്തി സ്ട്രീറ്റിലുള്ള ഗുദാം കഫേയിലാണ് എത്തിയിട്ടുള്ളത്. ഗുദാം ആർട്ട് കഫേനെ കുറിച്ച് കുറേ പേര് ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടിട്ടുണ്ടാവും, വിചാരിക്കണം. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കുറച്ചാണെങ്കിൽ പറയാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. അകത്തേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. എൻ്റെ കൂടെയുള്ള ആൾക്ക് അത്താണ്ട് ഇഷ്ടം ദഹിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളിവിടെ കയറി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് റീലൊക്കെ. പക്ഷേ നമ്മൾ ഇവിടുന്ന് ആദ്യം ഫുഡ് ഓർഡർ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഇല്ലെങ്കിൽ അവർ നമ്മളെ കൂടെ വന്ന് ഇതുപോലെ ചോദിക്കും. ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വന്ന കാരണം ഞങ്ങൾക്ക് ഒന്നും കഴിക്കാനുള്ള വലിയ വിഷമമില്ല. മെനു ബോക്സ് അങ്ങോട്ട് തുറന്നു നോക്കിയാലോ, മെനു ബുക്കിൽ ഇല്ലാത്ത വിലകളും ഇല്ല. എന്തൊരു ഹൈപ്പിലാന്നറിയോ പ്രൈസ് കാണുന്നത്. അങ്ങനെ നമ്മളൊരു മിൻറ്റ് ലൈമും മിൻറ്റ് മൊജിറ്റോയും ഒരു ഐസ്ക്രീമും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അവരവിടെ പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട്. സൈഡിൽ നിന്നിട്ട് എല്ലാവരും പല പല വൈബിൽ നല്ല ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഈ ആംബിയൻസ് ഒക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മളിവിടുന്ന് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യണം. അല്ലാണ്ട് ഇവർ നമ്മൾ ആംബിയൻസ് ആസ്വദിക്കാൻ നമ്മൾ അനുവദിക്കില്ല. അങ്ങനെ പിന്നെ അവിടെ കുറേ ഒരു ഏരിയയിൽ ബുക്ക്സൊക്കെ വെച്ചിട്ടുള്ള ലൈബ്രറി പോലെയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ളതും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ഫോട്ടോക്കും വീഡിയോക്കും വേണ്ടിയും നോക്കിയതാണ്. നോക്കിയപ്പോൾ ചില ബുക്ക്സ് എടുത്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ളിൽ ഭയങ്കര വൈബായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം, റിലാക്സ് ആയിട്ട്. നമുക്ക് അവരുടെ ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടൊക്കെ ആണെങ്കിൽ കുട്ടികൾക്കൊന്നും വല്ലാണ്ട് ഇഷ്ടപ്പെടില്ല. കൗതുകം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. എന്തായാലും നല്ല കളർഫുള്ളാണ്, നല്ലൊരു പ്രത്യേക തരം തരുന്നുണ്ട്. ഇനി ഞാൻ കുറേ വലിച്ചു നീട്ടി പറയണില്ല, ഞങ്ങൾ കുറച്ച് വീഡിയോസിൽ കണ്ടു നോക്കി. സോൾട്ട് ആൻഡ് പെപ്പറിൽ കണ്ടിട്ടുണ്ടാകുമ്പോൾ നെബുവിൻ്റെ അടുത്തിരിക്കണം ആ ഫാന്. നെബു നല്ല ആസ്വദിക്കാൻ നിങ്ങളൊക്കെ വിചാരിക്കും. നെബുവിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കേൾക്കാം. അവൾ ആസ്വദിച്ചത് ഈ പണ്ടത്തെ കാലത്തുള്ള ആ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട് ഈ ഫാനിന്. കുറച്ച് സമയം അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിനുള്ളിൽ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, റൂം. അത് തുറന്നപ്പോൾ ഭയങ്കര കുറച്ച് സ്മോക്കും ഭയങ്കര നല്ലൊരു എന്താ പറയുക ചന്ദനത്തിൻ്റെ ഊതിൻ്റെ ഒക്കെ സ്മെല്ലിട്ട്. അതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്തപ്പോൾ ഇതുപോലെയാണ് സീന്. നല്ല രസമുണ്ട്. അതിന് സൈഡിൽ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനിങ്ങനെ ഞാൻ കുറച്ച് സമയം ഞങ്ങൾ അവിടെ തിരിഞ്ഞ് കളിച്ചു. പിന്നെ അവർ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തിരിഞ്ഞു. പിന്നെ അവിടെ കോസ്റ്റ്യൂംസൊക്കെ ഇങ്ങനെ പണ്ടത്തെ അവർ യൂസ് ചെയ്തിരുന്ന കോസ്റ്റ്യൂംസും ഇതൊക്കെ ഹാങ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ പകുതി മൈൻഡായ കാരണം പകുതി പേരത് നോക്കാനും പകുതി പേര് വല്ലാണ്ട് നോക്കാനും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് സമയം അതിൽ നിന്ന് മാറി. അതിൽ നിന്ന് പെട്ടെന്ന് അവിടെ നിന്നൊക്കെ എടുത്തു. പിന്നെ അവിടെ വീഡിയോസ് എടുക്കണ കാരണം അവർ പ്രൈവസി നമ്മൾ നോക്കണ്ടേ. പിന്നെ ഇതാ നമ്മൾ ഇനി മേലോട്ട് കയറാൻ പോവാണ് കേട്ടോ. മേലോട്ട് കയറുമ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മൾ താഴെ നിന്ന് 300 രൂപയ്ക്ക് മുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊരു കൂപ്പൺ തരും. അപ്പോൾ നമുക്ക് മേലെ കയറിയിട്ട് ഒരാൾക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ ഫ്രീ ആണ്. അതല്ലാണ്ട് നമ്മൾ മേലെ എൻട്രി ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കണം. മേലത്തെ വ്യൂ വേറെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ 100 രൂപ കൊടുത്തിട്ടൊന്നും വീഡിയോ എടുക്കാൻ മാത്രം ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഒരുപാടുണ്ട്, പക്ഷേ ഈ താഴെ കാണുന്നതിൻ്റെ വേറൊരു വെറൈറ്റി. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്ത് കുറച്ച് വീഡിയോസ് എടുക്കുമ്പോഴാണ് അവർ നമ്മളോട് ഈ കാര്യം പറഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എത്രയും പെട്ടെന്ന് തന്നെ ക്യാമറ ഒക്കെ മേലെ നിന്ന് കുറച്ച് ഓഫ് ചെയ്തിട്ട് കുറച്ച് നടന്ന് ആസ്വദിച്ചു. പിന്നെ അയാൾ നമ്മുടെ അടുത്ത് പ്രത്യേകം വന്ന് പറഞ്ഞ കാരണം നമുക്കതുകൊണ്ട് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ വേഗം അവിടുന്ന് താഴേക്ക് തന്നെ ഇറങ്ങി. താഴേക്ക് ഇറങ്ങിയിട്ട് നല്ല പാട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അതൊന്ന് ആസ്വദിച്ചിരുന്നു. വൈബ് അടിപൊളിയാണ്, പക്ഷെ ഇവിടെ വേറെ വൈബ്, വേറെ ലെവലാണ് ഗായ്സ്. അതാണ് വേറെ കുഴപ്പമില്ല. ഗുദാം കഫേയിൽ
ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ച് ഇവിടെ നല്ല സത്യം മാത്രമേ പറയൂ. അതെ, എന്ത് വൈബാണ്, എന്ത് വൈബാണ്. പറ്റിക്കില്ലേ പറ്റിയെന്ന് ഇതിന്റെ ഇല്ലാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി എത്ര മോജിറ്റൊക്കെ 210 രൂപ ആയി. അത് നല്ലൊരു വൈബായി. ഞങ്ങൾ എന്തായാലും സ്ട്രീറ്റിൽ പോയിട്ട് ഞങ്ങൾ നല്ല വൈബ് ആസ്വദിക്കും. വൈബില്ല ട്രഡീഷണൽ ഗുജറാത്തീസിൻ്റെ ഒരു ആർട്ടും അതുപോലെ അവരുടെ ആൻറ്റി കളക്ഷൻസും പീസസും ഒക്കെ ഇഷ്ടപ്പെടുന്നവരും ആ ഒരു മ്യൂസിക്കും വൈബൊക്കെ പറ്റുന്നവർക്ക് പറ്റും. അത് നെബുവിന് അങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ SM സ്ട്രീറ്റിലേക്ക് വന്നു. അവിടെ സംഗീത് സിൽക്സ് എന്ന ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് കുർത്തീസും സൽവാസൊക്കെ അവർ രണ്ടും കൂടി നോക്കുകയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാനും നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്ഷീണം മാറ്റാൻ കുറച്ച് ജ്യൂസ് കുടിച്ചു. ഇന്ന് നമ്മൾ കാലമായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസും ലൈമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പ് മാളിൽ കയറി. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല സംഭാരം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 20 രൂപേൻ്റെ ഈ സംഭാരം അടിപൊളിയാണ് കേട്ടോ. SM സ്ട്രീറ്റിൽ പോകുമ്പോൾ കുടിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ ഷോപ്പിംഗ് ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചോളി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതും കുടിച്ചിട്ട് പിന്നെ വയറ് നിറച്ചു. പിന്നെ നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി കഴിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെ നമുക്ക് വയറിൽ സ്പേസ് ഇല്ലാതായി. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ കുറ്റിച്ചിറ ബിരിയാണി ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ ജ്യൂസും വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിലെ ഷോപ്പിങ്ങും കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോണത് ബീച്ചിലേക്കാണ്. ബീച്ചിൽ പോയിട്ട് നമ്മൾ കല്ലുമ്മക്കായി കഴിക്കണം. കൊപ്പത്ത് പോയി കഴിച്ച കല്ലുമ്മക്കായി നമ്മൾ ബീച്ചിലെ കല്ലുമ്മക്കായിൻ്റെ അത്ര എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് വീണ്ടും ബീച്ചിലെത്തി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് നെബുവിന് കൂന്തൽ നിറച്ചത് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കൂന്തൽ നിറച്ചത് മേടിച്ചു. ഞാൻ ഇത് വീട്ടിലുണ്ടാക്കി വെച്ചിട്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സത്യം പറയാമല്ലോ പറ്റ ഫ്ലോപ്പായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ, നെബുവിന് കഴിക്കേണ്ട പൂതി അങ്ങോട്ട് മതിയായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഗുദാം കാഫിയും അവളുടെ കൂന്തൽ നിറച്ചതും പറ്റ ഫ്ലോപ്പായി എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ ഈ ബീച്ചിലുള്ള ഈ ഒരു ബോട്ടിംഗ് ആണ് കേട്ടോ ആസ്വദിച്ച്. ഇത് വേറെ ലെവൽ തന്നെ ആയിരുന്നു കേട്ടോ. ഇത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർ ഹെഡിന് 250 റുപ്പീസാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല സോങ്ങൊക്കെ വെച്ചിട്ട് നല്ലൊരു ഞാൻ ഇതുവരെ അങ്ങനെ ഉൾക്കടലിലേക്ക് ബോട്ടിൽ ഇങ്ങനെ പോയിട്ടില്ല, ഇങ്ങനത്തെ ബോട്ടിൽ. അപ്പോൾ അതിൽ പോകാൻ എന്താ പറയുക, പെട്ടെന്ന് ആദ്യം പോകണോ വേണ്ടത് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു. പിന്നെ നമ്മൾ ഗുദാം കഫേൻ്റെ വൈബും എല്ലാം കൂടി നമുക്കൊരു ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കയറിയപ്പോൾ എല്ലാം നമുക്ക് അങ്ങോട്ട് ഫുൾഫില്ലായി എന്ന് തന്നെ പറയാം. അടിപൊളിയാണ് കേട്ടോ. പിന്നെ സേഫ്റ്റിക്ക് ലൈഫ് ജാക്കറ്റും ഇതിലൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെയും ഫാമിലീസ് ഉണ്ട് കേട്ടോ. നമ്മൾ 3 പേരും കൂടി ഉണ്ട് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല രസിച്ച് നല്ല പ്രത്യേക തന്നെ രസം തന്നെയാണ് കേട്ടോ. നല്ല കാറ്റിൻ്റെ ഷോള് നല്ലോണം പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് അതിലൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട്. അതിൽ എൻജോയ് ചെയ്തിട്ട് അതൊരു ജസ്റ്റ് 10 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടോയെന്ന് അറിയാം. അത്രയും ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്ന് റൈഡ് ചെയ്തിട്ട് അവർ തിരിച്ചു കൊണ്ടുവരും. കുറച്ച് ഉള്ളിലേക്കൊന്നും പോകുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക രസം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ഇതൊന്ന് ട്രൈ നോക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുദാം വൈബും കാലിക്കറ്റ് ബീച്ച് വൈബും കഴിഞ്ഞു. അപ്പൊ ബൈ ബൈ ഫ്രം കോഴിക്കോട്. അതെ, ഇനി അടുത്ത കൊല്ലം ഇനി അടുത്ത് നമ്മൾ ക്രിസ്റ്റ വൈബ്, ഓട്ടോ വൈബ് കഴിഞ്ഞു, കെട്ടിയോണ്ട് മക്കളെ വൈബ് കഴിഞ്ഞു. പെട്ടുണ്ടായതുകൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെട്ടു. ഇനി ഊര് കണ്ടിരുന്നു. ഞങ്ങൾ രണ്ടാള് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ അല്ല പിന്നാമ്പറ കാഴ്ചകൾ 3-മതൊരാളുണ്ട്. ആ ആള് വീഡിയോയിൽ വരില്ല. അതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീവിയാണെന്ന് വെച്ചാൽ ബീവിയല്ല, തങ്ങളെന്ന് വെച്ചാൽ തങ്ങളുമല്ല. തങ്ങളിലുണ്ട്.
ഉണ്ടോ ബീവിയിലുണ്ട് എന്നിലുണ്ട് ഞാനാണോ അല്ല ഇങ്ങനെ കാണും ഇങ്ങനെ കാണും ഇങ്ങനെ കാണും എന്നാ ഞങ്ങളെ പോലെ ഇങ്ങനെ കാണില്ല. നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തി ഓട്ടോ വിളിച്ചിട്ട് പിന്നെ ഹൈലൈറ്റിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നെബുവിൻ്റെ ഹസ്ബൻഡും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. നോഫൽക്ക് വന്നിട്ട് നമ്മൾ മൂന്നായിരം കൂടി തിരിച്ച് പട്ടാമ്പിക്ക് തന്നെ എത്തിച്ചേർന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നോഫൽക്ക് പിന്നെ വയനാട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കോഴിക്കോട് ഞങ്ങളെടുത്തു. പ്രാവശ്യം മക്കളായിട്ട് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്തു. അങ്ങനെ വരുന്ന വഴിയിൽ നമ്മൾ കുളപ്പുറം എത്തിയപ്പോൾ നല്ലൊരു അടിപൊളി തന്തൂർ ഹട്ട് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നബു പറയൂ ഇക്ക വന്ന് പറഞ്ഞോളെ ഡീസൻ്റ് ആയിരിക്കണു ഡീസൻ്റ് ആയിരിക്കണു